ഹായ് നമസ്കാരം. ചെറിയ സ്ട്രോക്ക്, മിനി സ്ട്രോക്ക് വന്നാലും പലരും സാധാരണയായി അത് അവഗണിക്കാറാണ് പതിവ്. ഇതുമൂലം തന്നെ ഇത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പിന്നീട് വഴിതെളിയിക്കുന്നുണ്ട്. അതായത് മെയിൻ സ്ട്രോക്കിലേക്ക് ഇത് എത്തിച്ചേർക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ചെറിയ സ്ട്രോക്ക് അല്ലെങ്കിൽ മിനി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണയായി വീട്ടുകാർ അവഗണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതായത് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, മിനി സ്ട്രോക്ക് വന്നാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എന്താണ് മിനി സ്ട്രോക്ക്? മിനി സ്ട്രോക്ക് എന്നുള്ളത് ട്രാൻസിയന്റ് ഇസ്കിമിക് അറ്റാക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, TIA. അതായത് കുറച്ച് സമയത്തേക്ക് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്ന ഒരു ചെറിയ ഒരു ഡ്യൂറേഷൻ, ചിലപ്പോൾ 1-2 മിനിറ്റിന് വേണ്ടി മാത്രമായിരിക്കും. ആ സമയമാണ് ഇത് മിനി സ്ട്രോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം മാറും, സാധാരണ രീതിയിലേക്ക് തന്നെ രോഗി മാറാറുണ്ട്. ഇത് പല വീട്ടുകാരും അവഗണിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതിനെ, അതായത് പ്രധാന സ്ട്രോക്ക് വരുന്നതിന് മുമ്പുള്ള വാർണിംഗ് സ്ട്രോക്ക് എന്ന പേരിലും ഈ മിനി സ്ട്രോക്കിന് അറിയപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനി സ്ട്രോക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മെയിൻ സ്ട്രോക്ക് വരുന്നത് ഒഴിവാക്കാവുന്നതാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, അതായത് സാധാരണ കുടുംബാംഗങ്ങൾ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ പേഷ്യൻറ്റിൽ സംസാരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ക്ലിയറായി സംസാരിക്കാൻ പറ്റാതെ വരിക, ചില വാക്കുകളൊന്നും മനസ്സിലാവാതിരിക്കുക, അങ്ങനത്തെ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായി മങ്ങിയ കാഴ്ച, ക്ലിയറായി കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ കാലുകൾ തളർന്നു പോവുക, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സൈഡിൽ, റൈറ്റ് സൈഡ് വെച്ചാൽ റൈറ്റ് സൈഡിലെ കാല് ഇതൊക്കെ ഒന്ന് തളർന്ന പോലെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോവുക, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോവുക, അത് നമ്മളെപ്പോഴും പറയും, സാധാരണ രീതിയിൽ ഒരു സൈഡിലേക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞ പോലെ കോടിയ പോലെ നിൽക്കുക. അവരോട് ചിരിക്കാൻ പറഞ്ഞാലും ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ചിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മിനി സ്ട്രോക്കിൻ്റെ വേറെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ് തലചുറ്റൽ, അവർക്ക് ബാലൻസ് നഷ്ടപ്പെടുക, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും ഇങ്ങനെ വരുന്നുള്ളൂ, പക്ഷേ അതൊരു അവഗണിക്കാതിരിക്കുക. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ എല്ലാം നോർമലായി, അപ്പം നമ്മളെല്ലാവരും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, പോയി എന്ന് പറയും. പക്ഷേ ഈ ലക്ഷണങ്ങളൊന്നും ഒരിക്കലും അവഗണിക്കാതിരിക്കുക. ഇത് മിനി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മിനി സ്ട്രോക്കിന് ശേഷമായിരിക്കാം ചിലപ്പോൾ മെയിൻ സ്ട്രോക്ക് വരുന്നത്. അപ്പം മിനി സ്ട്രോക്ക് വരുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ നമുക്ക് ഒരു മെയിൻ സ്ട്രോക്ക് വന്ന് പേഷ്യൻ്റ് പാരലൈസായി പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ മിനി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത്, മിനി സ്ട്രോക്ക് വന്നാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ്. ഒരു സെക്കൻഡ് പോലും കളയാതെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യത്തേത്, എത്രയും പെട്ടെന്ന് ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. രണ്ടാമത് നോക്കുന്നത്, ഫാസ്റ്റ് മെത്തേഡ് നോക്കുക, FAST, അതായത് പേഷ്യൻറ്റിൻ്റെ മുഖം നോക്കുക, മുഖം കോടിപ്പോകുന്നുണ്ടോ, അതുപോലെ കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ, അനക്കാൻ പറ്റുന്നുണ്ടോ, 2 കൈകളും അതുപോലെ തന്നെ അവരുടെ സ്പീച്ച് ശ്രദ്ധിക്കുക, പിന്നെ അതുപോലെ തന്നെ ടൈം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ടൈം ഒരിക്കലും പാഴാക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്ത ഉള്ളൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മിനി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു കാരണവശാലും വീട്ടിൽ കാത്തിരിക്കരുത്. പലപ്പോഴും ഇത് കുറച്ച് സമയത്തേക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പല വീട്ടിലുള്ളവർ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, അത് എന്തോ പ്രശ്നമാണ്, വേറെ കുഴപ്പമില്ല, ഓക്കെ ആയി എന്ന് പറയും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. അതുപോലെ തന്നെ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതലും മിനി സ്ട്രോക്ക് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ BP, ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ പുകവലി, അമിതവണ്ണം, ഈ 5 റിസ്ക് ഫാക്ടേഴ്സുകളാണ് അവർക്ക് കൂടുതലായിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒന്നും അവഗണിക്കാൻ പാടില്ലാത്തതാണ്.
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിനി സ്ട്രോക്ക് ഒരു ചെറിയ പ്രശ്നമല്ല, വലിയ ഒരു അപകടത്തിൻ്റെ മുന്നറിയിപ്പാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ചെറിയ മുന്നറിയിപ്പ് കണ്ട് തന്നെ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വലിയ അപകടത്തിൽ നിന്ന്, പേഷ്യൻറ്റിൻ്റെ മരണത്തിൽ നിന്ന് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പാകത്തിനുള്ള മുന്നറിയിപ്പുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മൾ അവഗണിക്കാതിരിക്കുക. അതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരാളുടെ ജീവൻ അതിലൂടെ നിങ്ങൾക്ക് രക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സ്ട്രോക്ക് വന്ന ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ പ്രൊഫഷണലായ ഹോം നഴ്സിംഗ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി വെരി കെയർ.